ഇന്ന് കുറച്ച് അധികം നേരത്തെ എണീറ്റ് വാക്കിങ്ങിന് പോയി. വാക്കിങ് കഴിഞ്ഞ് വന്നപ്പോഴും വെളിച്ചം വന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒരുപാട് നടന്നു വന്നതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ. അങ്ങനെ ഹെവി ആയിട്ട് നമുക്ക് ദോശ, ഇഡ്ഡലി അതൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ പുറത്ത് പോയിട്ട് കഴിക്കാറാണ്. ഞാനിപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടുള്ളതൊക്കെയാണ് ഇൻഡക്ഷൻ ഉണ്ടാക്കാറുള്ളത്. ഇഡ്ഡലി, ദോശ അതൊക്കെ ഉണ്ടാക്കാനുള്ള സെറ്റപ്പൊക്കെ എൻ്റെ അടുത്തുണ്ട്. സ്റ്റീലിൻ്റെ ഫ്രൈ പാനും തവ ഇതിലൊക്കെ ദോശ ഉണ്ടാക്കാനൊക്കെ പറ്റും. പക്ഷേ ഞാനങ്ങനെ നോമ്പ് കഴിഞ്ഞത് പിന്നെ അങ്ങനത്തെ ഹെവി ആയിട്ടുള്ളതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാറാണ്. അപ്പോൾ എന്തായാലും ഒരു ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും, ഞങ്ങൾ 3 പേരാണ് ഞങ്ങളുടെ ഫാമിലി. ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാറ് അധികം ബ്രേക്ക്ഫാസ്റ്റാണ്. ബാക്കിയെല്ലാം നമ്മൾ ഷോപ്പിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കഴിക്കാറുള്ളത്. പിന്നെ ഷോപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിക്കണം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കറക്റ്റ് ഉച്ചയ്ക്ക് സമയം കിട്ടണമെന്നൊന്നുമില്ല ഫുഡ് കഴിക്കാൻ. അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ കഴിക്കും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സ്, നട്ട്സ്, പിന്നെ ബോയിൽഡ് എഗ്ഗ്, അതേപോലെ 2 പീസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഈ ചീസി ഡിപ്പ് ഇത് കുറച്ച് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ചീസി ഡിപ്പിന് നല്ല ചീസിൻ്റെ ഫ്ലേവർ ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. അത് എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇന്നത് എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ പരിപാടി തീരും. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കലും കഴിക്കലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലീനിങ് ഒക്കെ തീരും. പിന്നെ ഹെവി ആയിട്ട് പുട്ട്, കടല അതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് ഹെവി എന്ന് പറയാൻ പറ്റില്ല. കഴിക്കൽ നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചാൽ മതി, ഹെവി ആയിട്ട് കഴിക്കണം എന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കൽ കുറച്ച് ഹെവിയാണ്. കാരണം അതിലേക്ക് കറി ഉണ്ടാക്കണം, അങ്ങനെ അതിൻ്റെ പ്രോസസ്സൊക്കെ കുറച്ചുകൂടി സമയം എടുക്കുന്ന പരിപാടി. അതുകൊണ്ട് കിച്ചണിൽ കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മോന് ഞാൻ നേരത്തെ എണീറ്റുകൊണ്ട് അവൻ എണീറ്റിട്ടില്ല. അപ്പോൾ അവനുള്ളത് ഞാൻ ജസ്റ്റ് ഫ്രൂട്ട്സ് ഇതൊക്കെ കട്ട് ചെയ്തത് ഒരു ഡബയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്.